ഞാനിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ട്രെയിൻ. അതുകൊണ്ട് രാവിലെ തന്നെ കാറിൽ കയറി നേരെ സ്റ്റേഷനിലേക്ക് പോയി. ട്രെയിൻ എത്തുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ സ്റ്റേഷനിലേക്ക് എത്തി. പിന്നെ ട്രെയിൻ വരാനുള്ള കാത്തിരിപ്പായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ വന്നു, ഒരു മിനിറ്റ് പോലും മാറിയില്ല. ഞാൻ ഈ വട്ടം വന്ദേ ഭാരതിലാണ് പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ പോണത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാൻ അവിടെ ഇരുന്ന് ട്രെയിനിൽ കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതന്ന് കൂടെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും. ചായ നമ്മൾ തന്നെ ഇട്ട് കുടിക്കണം. ഞാൻ പിന്നെ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചായ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചായയും കുടിച്ചിരുന്നപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാന്നുള്ളത് തുറന്നു നോക്കി. ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിലുണ്ടായിരുന്നത്. പിന്നെ ആരും കാണാതെ ക്യാമറയും താത്തി പിടിച്ച് ഫുഡ് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എന്തോ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കിയപ്പോഴാണെങ്കിലോ കിടിലൻ വ്യൂ ആണ് വിൻഡോ കൂടെ കാണാൻ പറ്റും. നമ്മൾ ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് കൂടെ പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിരുന്നെങ്കിൽ ചോറും വേറെ എന്തൊക്കെയോ കറികളും ചപ്പാത്തിയും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിരുന്നു. ഫുഡിനൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിരുന്നു. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിരുന്നപ്പോൾ ഒരു ഐസ്ക്രീം കൊണ്ട് തന്നെ. ഈ ഉച്ചക്കത്തെ ചോറ് കഴിച്ചിട്ട് മരവിച്ചിരുന്നെന്റെ വായിലേക്ക് ഈ ഐസ്ക്രീം ചെന്നപ്പോൾ സ്വർഗം കിട്ടിയ ഒരു ഫീലായിരുന്നു. സാധാ ട്രെയിനിൽ കയറുമ്പോൾ ഈ സ്ഥലങ്ങൾക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തി. അവിടുന്ന് ഞാൻ നേരെ പോയത് കുമാർ കഫേയിലേക്കാണ്. ഇവിടുത്തെ ഡേറ്റ്സ് പിക്കിളും കൂട്ടി ബിരിയാണി കഴിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആംബിയൻസ് ആണ് അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഫുൾ ഇരുടായിരുന്നു. അങ്ങനെ ഇരുടത്തിരുന്ന് ഈ ബിരിയാണിയും കഴിച്ച് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ.